നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ മത്സരാർത്ഥികളായ അനുമോളും ജിസയിൽ തക്രാളും തമ്മിൽ നടന്ന വാഗ്വാദം പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയാവുകയാണ്. ഉയരത്തെ ചൊല്ലി ജിസയിൽ നടത്തിയ പരാമർശങ്ങളാണ് വലിയ വഴക്കിലേക്ക് നയിച്ചത്. ബിഗ് ബോസ് നൽകിയ വസ്ത്രം ധരിക്കാത്തതിനെ ചൊല്ലി അനുമോൾ ചോദ്യം ചെയ്തതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. എന്നാൽ ഇപ്പോൾ ഈ വഴക്ക് മറ്റൊരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വിഷയവും. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ ഏറ്റവും കൂടുതൽ ഹൗസിലും പുറത്തും ചർച്ചയായ ഒരു വിഷയം കൂടിയായിരുന്നു അനുമോൾ ജിസയിൽ വഴക്ക്. മേക്കപ്പ് സാധനങ്ങൾ ജിസയിൽ ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് അനുമോൾ പിന്നീട് ഉയർത്തിയത്. ഇത് സംബന്ധിച്ച് പിന്നീട് അങ്ങോട്ട് ഹൗസിനുള്ളിൽ ഫുൾ ജഗ പുകയായിരുന്നു. മാത്രമല്ല, ജിസൈലിന്റെ വസ്തുക്കൾ അനുവാദമില്ലാതെ പരിശോധിച്ചതിന് അനുവിനെതിരെ പലരും ആരോപണങ്ങൾ ഉയർത്തി. രോക്ഷം കണ്ട അനുമോൾ സഹമത്സരാർത്ഥികളായ പുരുഷന്മാരെല്ലാം മൊണ്ണകളാണെന്ന് ശൈത്യയുമായുള്ള സംസാരത്തിനിടയിൽ പറഞ്ഞു. അത് വലിയ രീതിയിൽ ബി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി. മാത്രമല്ല, ഈ വീഡിയോ ഹൗസിലെ മറ്റ് മത്സരാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പ്രേക്ഷകർ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ സംഭവിച്ചു. മോഹൻലാൽ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ച ചെയ്തത് അനു ജിസൈൽ ഫൈറ്റും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമായിരുന്നു. മൂർച്ചയില്ലാത്തത്, കഴിവില്ലാത്തത് എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ പറഞ്ഞു എന്നാണ് അനുമോളോട് മോഹൻലാൽ ചോദിച്ചത്. ഒപ്പം മൊണ്ണകൾ എന്ന വാക്കും പറയിപ്പിച്ചു. എല്ലാവരും ജിസൈലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ പറഞ്ഞുവെന്നും അനുമോൾ സമ്മതിക്കുന്നു. ശേഷം അനുവിന്റെ വൈറലായ വീഡിയോയും ഹൗസിൽ മോഹൻലാൽ പ്രദർശിപ്പിച്ചു. മൊണ്ണയല്ലാത്ത ഒരാളെയെങ്കിലും നമുക്ക് കിട്ടിയല്ലോ, അഭിലാഷിന് കൺഗ്രാറ്റുലേഷൻസ് എന്ന് മോഹൻലാൽ പറഞ്ഞു. അഭിലാഷ് ഒഴികെ ഹൗസിലെ മറ്റെല്ലാ ആണുങ്ങളും മൊണ്ണകളാണെന്നാണ് അനു പറഞ്ഞത്. അനുമോൾ അത് പറഞ്ഞത് വളരെ മോശമായ കാര്യമാണ്. അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഞങ്ങളോട് പറയണമായിരുന്നു എന്നായിരുന്നു വീഡിയോ കണ്ട ശേഷം അനീഷിന്റെ പ്രതികരണം. അനുവിനെ സംബന്ധിച്ചിടത്തോളം വേർതിരിവ് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണല്ലോ മൊണ്ണ എന്ന് പറയുന്നത്. അതുകൊണ്ട് അനു പറയുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഇതൊക്കെയാണ് ഇവർ നടത്തുന്ന വാദങ്ങളും. എന്തൊക്കെയായാലും ഈ ഒരു പ്രശ്നത്തോടുകൂടി പ്രേക്ഷകർക്കിടയിൽ അനുമോൾക്കുള്ള സ്വാധീനം കുറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർക്കെതിരെ ട്രോൾ പൂരമാണ്.